ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സമകാലിക സംഭവത്തെക്കുറിച്ച് പറയുവാനാണ് ഈ സമയത്തെ ഞാൻ വിനിയോഗിക്കുന്നത്. നമ്മുടെ SNDPയുടെ പ്രസിഡൻ്റായിരിക്കുന്നതായ സഹോദരൻ വെള്ളാപ്പള്ളി നടേശന് ഉണ്ടായ ഒരു ദുർചിന്തയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ മതം മാറ്റുന്നു എന്നും അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നു എന്നും ആണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതായ കാര്യമല്ല. യേശുക്രിസ്തുവിനെ എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഏതെങ്കിലും നിലയിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് ഒരു സാധാന്യമായ ഒരു പ്രവണതയാണ്. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിഭാഗത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാര്യമുണ്ട്. ഇവിടെ മതങ്ങൾ പഠിപ്പിക്കുന്നത് ഒന്നും ശരിയല്ലെന്നും അതിൽ ഒക്കെ അനേക തെറ്റുകൾ കടന്നു വന്നു എന്ന് ജനം മനസ്സിലാക്കുമ്പോൾ അവർ സ്വാഭാവികമായും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രം. മനുഷ്യനെപ്പോഴും നല്ലതിനെ തേടി നടക്കുന്ന കൂട്ടരാണല്ലോ. ആ നല്ലത് കണ്ടെത്തുമ്പോൾ അവരതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു. ഇവിടെ സതിയും മറ്റ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിരുന്ന സമയത്ത് മനുഷ്യനെ അക്ഷരം പഠിപ്പിക്കുകയും തുണി ഉടുക്കാൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തീയ വിഭാഗത്തിലെ സുവിശേഷകന്മാർ കടന്നു വരുന്നത് അവർ അക്ഷരം പഠിച്ചതുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുവാനിടയായിത്തീർന്നത്. കേരളത്തിലൊരു കാലത്ത് അക്ഷരാഭ്യാസമില്ലാതിരുന്നപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്നാൽ അക്ഷരാഭ്യാസം ഉണ്ടായപ്പോൾ അവർ വായിക്കുന്നു, പഠിക്കുന്നു, ചിന്തിക്കുന്നു. അതുകൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ഈ ജീവിതം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ലെന്നും ഈ ജീവിതത്തിൽ ഒരു ഭാഗം മാത്രമാണുള്ളതെന്നും മനുഷ്യൻ മരിക്കുമെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. ആ ദൈവീക വചനത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് സത്യത്തിൽ മനുഷ്യൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നത് ആ പഠിപ്പിക്കൽ കൊണ്ടാണ്. ഇവിടെ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നതായ പല കഥകളും പല ദൈവങ്ങളും മറ്റുള്ളവരെ കൊല്ലുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ യേശു അതിന് വിപരീതമായും
സത്യസന്ധമായും ന്യായമായും കാര്യങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സഹോദര വെള്ളാപ്പള്ളി ജനം ക്രിസ്തുവിങ്കിലേക്ക് വരുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് പോലെ പൈസ കൊടുത്തും കഞ്ഞി കൊടുത്തും ഉപ്പുമാവ് കൊടുത്തുമാണ് മാറുന്നതെങ്കിൽ അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഹിന്ദുമതം എന്നുള്ളതിന് ചിന്തിക്കണം. ഞാൻ എല്ലാവരെയും പറയുകയില്ല, വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാലത്ത് ചോവൻ വരുന്നേന്ന് വിളിച്ചുകൊണ്ട് ഓടിയ മുൻ തലമുറയെ വെള്ളാപ്പള്ളി മറക്കുവാനായിട്ട് പാടില്ല. അത് ചരിത്രത്തിൽ നിന്നും എഴുതി വച്ചിരിക്കുന്ന ലിപികളാണ്. ഒരിക്കൽ നാടാർ സമൂഹത്തിന് തുണിയെടുക്കുവാൻ മാറുമറയ്ക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഇവിടുത്തെ പ്രബല സമൂഹം അവരെ മാറുമറയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. അവരുടെ റൗക്കയും മറ്റു തുണികളും ജമ്പറുമൊക്കെ വലിച്ചു കീറുവാനിടയായിത്തീർന്നു. അങ്ങനെ കൂട്ടയാടി നടന്നതായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത് പറയുന്നത്. പിന്നീട് ഈഴവ സമുദായത്തിലുള്ളവർ ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ അവർക്കും മാറുമറയ്ക്കാനുള്ളതായ സ്വാതന്ത്ര്യം കിട്ടി. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളായി. അതിനെ വെള്ളാപ്പള്ളിയെപ്പോലുള്ളവർ ഇത്രയും രൂക്ഷത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെള്ളാപ്പള്ളി തന്നെ എത്രയോ പാർട്ടി മാറിയിരിക്കുന്നു. ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്കും അതിൽ നിന്നും വേറൊന്നിലേക്കും ചാടിപ്പോയ ഒരു വ്യക്തിയല്ലേ താങ്കൾ? ഇത് മതം മാറ്റം നിരോധിക്കണമെന്ന് പറയുമ്പോൾ പാർട്ടി മാറ്റവും നിരോധിക്കേണ്ട കാര്യമാണ് അല്ലേ? അങ്ങനെയല്ല. മനുഷ്യൻ ചിന്താശക്തി ഉള്ളവനായതുകൊണ്ട് അതത് കാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഉൾക്കൊള്ളുവാൻ അവരവർ തയ്യാറാകുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ മനുഷ്യന് പാർട്ടി മാറാമെങ്കിൽ മതവും മാറാവുന്നതാണെന്ന് മാത്രമല്ല, എനിക്ക് മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിച്ച പലരും പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രത്തിൽ താമസിക്കുന്നു. ഇവിടെ പണ്ടുകാലത്ത് ദ്രാവിഡർ താമസിച്ചിരുന്നു. അത് കഴിഞ്ഞ് ആര്യന്മാരൊക്കെ വന്നു. അത് കഴിഞ്ഞ് മുസ്ലിങ്ങൾ ഇതിനെ ഭരിച്ചു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഭരിച്ചു. അപ്പോൾ വിവിധങ്ങളായ കാലഘട്ടത്തിൽ വിവിധങ്ങളായ ആശയങ്ങൾ ഇവിടെ പ്രചരിക്കുവാനിടയായിത്തീർന്നു. അതിൽ കാടത്വമായ ഒരു വിഭാഗമാണ് മനുഷ്യൻ താറെടുത്തുകൊണ്ട് നടന്നതായ കാലഘട്ടം. ഇന്ന് എന്തെല്ലാം പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വന്ന് മനുഷ്യർ പരിഷ്കൃതരായി രൂപാന്തരപ്പെട്ട കാലഘട്ടത്ത് ഞങ്ങൾക്ക് ഇനിയും പശുമൂത്രം കുടിക്കാൻ സാധിക്കുകയില്ല, ഞങ്ങൾക്ക് ചാണകമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു, പാലായിട്ട് തന്നെ കാണുന്നു എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ അവർ അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതിന് വെള്ളാപ്പള്ളിക്ക് എന്താണ്? ഇനി വെള്ളാപ്പള്ളി പറയുന്നത് പോലെ കഞ്ഞി കൊടുക്കാനും ഉപ്പുമാവ് കൊടുക്കാനുമൊക്കെ പണത്തിൻ്റെ ആവശ്യമുണ്ട്. ധനത്തിൻ്റെ ഒരു ഭാഗം, സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നത് ആണ് അതിൻ്റെ ശരിയായ കാര്യം എന്ന് വെള്ളാപ്പള്ളിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട. വെള്ളാപ്പള്ളി പല ജോലികൾ കൊടുത്തും മറ്റുമൊക്കെ കൈക്കൂലി വാങ്ങിച്ചും ഏറ്റവും നാരായണീയരെ ദുഷിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് മദ്യക്കച്ചവടം.
ഗുരു പറഞ്ഞത് മദ്യം നോക്കരുത്, കുടിക്കരുത്, മദ്യം വിഷമാണ് എന്നൊക്കെ. അപ്പോൾ വാസ്തവത്തിൽ വെള്ളാപ്പള്ളി ചെയ്യുന്നത് വിഷം കൊടുക്കുകയാണ് ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ. ഈ വിഷം കൊടുക്കുന്ന മനുഷ്യനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് എത്രമാത്രം പ്രശസ്തിയുണ്ട് എന്നുള്ളത് മനുഷ്യർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ക്രിസ്ത്യാനികൾ അവരവർക്കുള്ളതിനെ വിറ്റും ചിലപ്പോൾ കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ചിലവഴിച്ചും ദരിദ്രരെ സഹായിക്കുന്നു. അതിനാണ് വെള്ളാപ്പള്ളി കുറ്റം പറഞ്ഞ് നടക്കുന്നത്. കാലം വെള്ളാപ്പള്ളിയുടെ പേര് കറുത്ത ലിപികളിൽ എഴുതി വയ്ക്കുമെന്നുള്ളത് സഹോദരൻ വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്ത്യാനി മിഷണറിമാർ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് അവരുടെ എല്ലാം ഉപേക്ഷിച്ചും വിറ്റും പിറക്കിയും കൊണ്ടുവന്ന് ഇവിടുത്തെ കുഷ്ഠരോഗികളെയും മറ്റ് അധികൃതരെയും പുരോഗതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ വെള്ളാപ്പള്ളിക്ക് കണ്ണ് കടിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് ഒരു കാര്യം ചെയ്യും, വസ്തുവിൻ്റെ ഒരു ഭാഗം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ എത്രയോ വിലമതിക്കാത്ത ധനം അവിടെ എവിടെ ആയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ കള്ളുകച്ചവടം നടത്തി ഗുരുവിനെ ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യൻ നാരായണീയൻ എന്ന് പറയാനായിട്ട് അർഹനല്ല എന്ന സത്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാലത്ത് ചോവൻ വരുന്നേ എന്ന് വിളിച്ചും കൊണ്ടാണ് ഇവിടുത്തെ സവർണ ജാതിക്കാരുടെ ഇടയിൽ വെള്ളാപ്പള്ളിയുടെ പൂർവികന്മാർ സഞ്ചരിച്ചിരുന്നത് എന്നുള്ള സത്യവും മനസ്സിലാക്കണം, മറക്കരുത്. ഒരു വഴിയെ നടക്കാനായിട്ട് സ്വാതന്ത്ര്യമില്ലായിരുന്നപ്പോൾ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലേ ദോഷമുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈഴവ സമുദായത്തിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്ത് മിഷണറിമാർ വന്ന് സൂപ്പ് സാൽവേഷൻ, അവരെ സോപ്പ് കൊടുത്തു, ഭക്ഷണം കൊടുത്തു, രക്ഷ കൊടുത്തു. ഇങ്ങനെ അവർ ലോകത്തിന് മാതൃകയായിത്തീരുന്നത് നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല. ഇത് മനസ്സിലാക്കിയ ഡോക്ടർ അംബേദ്കർ, നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ അദ്ദേഹം ഇവിടുത്തെ ഹിന്ദുമതത്തിൻ്റെ ദൂഷ്യത കണ്ടിട്ട്, ജീർണാവസ്ഥ കണ്ടിട്ട് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അദ്ദേഹം ബുദ്ധിയില്ലാത്തവനാണോ? സഹോദര നടേശ, അദ്ദേഹം ബുദ്ധിയില്ലാത്തവനല്ല. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നിൽക്കുന്നതായ വിഭാഗത്തിലെ ജീർണാവസ്ഥ അത്രയും വലുതാണ് എന്ന് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് മദ്യം മനുഷ്യനെ ഭരിക്കുകയാണ്. അങ്ങനെ മദ്യരാജാക്കന്മാർ ധനികന്മാരായി തീർന്നിരിക്കുന്നു. പണമുള്ളതുകൊണ്ട് എന്തും ആകാം എന്നുള്ള ഹൂങ്ക് നിശ്ചയമായും വെള്ളാപ്പള്ളിയെ പോലുള്ളവർ അവസാനിപ്പിക്കണം
എന്നാണ് എൻ്റെ അപേക്ഷ. ഒരു നാരായണീയനായിരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത വെള്ളാപ്പള്ളിയാണ് ഈ വിളിച്ചു കൂകുന്ന അസഭ്യങ്ങൾ, അല്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ അറിഞ്ഞുകൂടാതെയും ചരിത്രം പഠിക്കാതെയും ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നാരായണീയരുടെ തന്നെ ഒരു ശാപമാണെന്ന് ഓർക്കുക. ഈ നാരായണീയരെല്ലാം പണം കണ്ടിട്ട് അവരുടേതായ ചിന്താഗതികൾ മാറ്റുന്നവരാണെന്നാണോ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം? ഒരിക്കലുമല്ല. പ്രബുദ്ധരായ ആളുകൾ ധാരാളം ആ വിഭാഗത്തിലുണ്ട്. ഈ സ്ഥാനമാനങ്ങളെല്ലാം ഒരു ദിവസം പോകും പ്രിയ സഹോദര. ഈ പണം തീരുമ്പോൾ താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ഈ സ്ഥാനമാനങ്ങൾ പോകുമ്പോഴും പണം പോകുമ്പോഴും താങ്കളും അതിൽപ്പെട്ട് താഴെ വീഴുമെന്നുള്ളത് ഒരു സംശയമില്ല. അതുകൊണ്ട് പണത്തിൽ അഹങ്കരിക്കരുത്, അത് അപകടകരമാണെന്നുള്ളത് വീണ്ടും പറയുന്നു. കുമാരനാശൻ പറഞ്ഞത് പഴയ ചട്ടങ്ങളെ തുടരുത്, തീണ്ടലുകൾ, ഈ ചട്ടങ്ങളെല്ലാം അവസാനിപ്പിക്കുക, മാറ്റുപിൻ ചട്ടങ്ങളെ എന്ന് അദ്ദേഹം ഉറക്കെ പറയുവാനിടയായിത്തീർന്നത് നാരായണീയനായ വെള്ളാപ്പള്ളി കേട്ടില്ല എന്ന് തോന്നുന്നു. അതോ വെള്ളാപ്പള്ളിയെപ്പോലുള്ളവരാണോ അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ കൂട്ടുനിന്നതെന്നും സംശയിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇനി അധികകാലം ഈവരെ പറ്റിച്ച് ഒരു പ്രസിഡൻ്റായി തുടരുവാൻ അങ്ങേക്ക് കഴിയും എന്ന് ചിന്തിക്കുന്നില്ല. കാലം അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരും, അത് പുറത്തു വരും, അതിന് സംശയം ഒട്ടുമേ വേണ്ട എന്നതിനെയും ഓർപ്പിക്കുകയാണ്. അപ്പോൾ കഞ്ഞി കൊടുത്താണ് അല്ലെങ്കിൽ പണം കൊടുത്താണ് ആളുകളെ ക്രിസ്ത്യാനികളാക്കുന്നുവെങ്കിൽ ഇവിടെ ഹൈന്ദവ സഹോദരനായ താങ്കൾക്കും പണമില്ലേ? എത്രയോ കോടി രൂപ ക്ഷേത്രങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. ആ പൈസ കൊടുത്ത് ഹിന്ദു ആക്കിക്കൂടെ? മറ്റ് വിഭാഗത്തിലുള്ളവരെ ആക്കുവാനായിട്ട് കാരണം പണം സ്വന്തം കീശയിൽ തന്നെ ഇരിക്കണമെന്നുള്ളതായ ആഗ്രഹവും ചിന്തയുമാണ് താങ്കളെപ്പോലുള്ളവർക്കുള്ളത് എന്നുള്ളതാണ് അത് സത്യം നമ്മളെ അറിയിക്കുന്നത്. പ്രിയ സഹോദരൻ, ഈ ദുർചിന്ത വിട്ടിട്ട് മനുഷ്യനെ സ്നേഹിക്കാൻ ഏത് ജാതിയോ മതമോ ആകട്ടെ, ഗുരു പറഞ്ഞതുപോലെ ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നാകണം. അതുകൊണ്ടാണ് ഇതുവരെയും നാരായണീയർ നിലനിൽക്കുവാണ്ടയായിത്തീർന്നത്. പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നപ്പോൾ മുസ്ലിങ്ങൾക്കും ഈഴവാസിനും നല്ല റിസർവേഷൻ ഉണ്ടായി. ആ രീതിയിൽ ഇന്ന് ഈഴവാസ് നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായപ്പോൾ മുസ്ലിങ്ങൾ സാമ്പത്തിക ശേഷിയുള്ളവരായി തീർന്നപ്പോൾ അവരുടെ രീതിക്കും വ്യത്യാസമുണ്ടായി, സ്വഭാവത്തിന് വ്യത്യാസമുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തതായ സാമ്പത്തിക ഉയർച്ച കേരളത്തിലുണ്ടായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു.
ഈ വിഭാഗക്കാരുടെ എല്ലാം സ്ഥിതിക്ക് വ്യത്യാസമുണ്ടായി. മൊത്തം ജനസംഖ്യയിൽ 11-12% റിസർവേഷനോടുകൂടെ ഗവൺമെൻറ് ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചപ്പോൾ അഹങ്കരിച്ചു പോകരുത്, ഇതിനും മാറ്റം ഉണ്ടായിക്കൂടാ എന്നില്ല. ഇന്നത്തെ ചട്ടം നാളത്തെ മാറ്റത്തിന് കാരണമായി തീരും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയെങ്കിലും ക്രിസ്ത്യാനികളുടെ മേൽ കുതിര കയറുവാൻ ശ്രമിക്കരുതേ എന്നുള്ള അപേക്ഷയോടുകൂടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.